മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ വൈദികന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വരോഡ് സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കൂടെ അറസ്റ്റിലായ 11 പേർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, മഹാരാഷ്ട്രയിലെ വൈദികരുടെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും അറസ്റ്റ് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ എല്ലാവർക്കും ജാമ്യം നൽകുകയായിരുന്നു കോടതി. ഇന്നലെയാണ് ഈ മലയാളി വൈദികനെ അടക്കം അറസ്റ്റ് ചെയ്തത്. വൈദികനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക വൈദികരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അല്പസമയം മുമ്പാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ഇവർക്കിപ്പോൾ ജാമ്യം കോടതി നൽകുകയും ചെയ്തത്. ഉപാധികളോടെയാണ് ജാമ്യം എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ ഉപാധികളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് നിർബന്ധിത മതപരിവർത്തനം അടക്കം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ആ മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ ഫാദർ സുധീർ അതുപോലെ തന്നെ ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അവിടെ ഒരു ക്രിസ്മസ് പരിപാടിയിൽ പ്രാദേശിക വൈദികർ ക്ഷണിച്ച പ്രകാരം ഒരു ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയതാണ് ഫാദർ സുധീറും ഭാര്യയും. പക്ഷേ അവിടെ എത്തിയ പോലീസ് നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് അടക്കം ആരോപിച്ചുകൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നാലെ ആ വാർത്ത നമ്മളാണ് ആദ്യം പുറത്തുവിട്ടത്. പിന്നാലെ വലിയ രീതിയിലുള്ള ഇടപെടൽ രാഷ്ട്രീയ രംഗത്ത് നിന്നടക്കം ഉണ്ടായിരുന്നു. കാരണം MP ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുകുകയും അല്പസമയം മുമ്പ് കൊടിക്കുന്നിൽ സുരേഷ് MP മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് അടക്കം കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദമെല്ലാം വലിയ തോതിൽ ഉയർന്നിരുന്നു ഈ കേസിൽ. പിന്നാലെയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇവർക്കൊപ്പം അറസ്റ്റിലായ എല്ലാവർക്കും ഇപ്പോൾ വരട് കോടതി ആ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ചില ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ഉത്തരവിന്റെ പകർപ്പ് വന്നാൽ മാത്രമായിരിക്കും എന്തൊക്കെ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 24 മണിക്കൂർ, ഏകദേശം 24 മണിക്കൂർ ആകാൻ പോകുന്നു. അത്രയും സമയം അവർ ആ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. എന്തായാലും ഇവർക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇവർ ഒരുപക്ഷെ അവിടെ തന്നെ ഈ നാഗ്പൂരിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മറ്റ് ആരോപണങ്ങളും ഉയർത്തിയാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 11 പേർക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതൊരു ആശ്വാസ വാർത്തയെ എത്തുകയാണ്. ദിവ്യ, അല്ല അരവിന്ദ, ഈ ജാമ്യത്തെ പോലീസ് എതിർത്തില്ലേ? ജാമ്യത്തെ പോലീസ് എതിർത്തു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നിർബന്ധിത മതപരിവർത്തനം, മഹാരാഷ്ട്രയിലെ ഇത്തരത്തിൽ മതപരിവർത്തന നിയമം അടക്കം ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആദ്യം മുതൽക്ക് തന്നെ ബാഹ്യ സമ്മർദ്ദം പോലീസിന് മേൽ ഉണ്ടായിരുന്നു എന്നത് ആരോപണം CSI അടക്കം ഉയർത്തിയിരുന്നു. ഇനി ഏതൊക്കെ വകുപ്പുകൾ, കാരണം FIRന്റെ പകർപ്പ് കൃത്യമായി പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. ഏതൊക്കെ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്, അതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പോലീസ് കോടതിയിൽ ഉയർത്തി, അതുപോലെ തന്നെ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നത് വിധിപ്പകർപ്പ് വന്നാൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാകുക. ഈ ഘട്ടത്തിൽ 11 പേർക്കും ജാമ്യം ലഭിച്ചു എന്ന വാർത്ത മാത്രമാണ് ലഭ്യമാകുന്നത്. ഈ ഫാദർ സുധീർ അതുപോലെ തന്നെ ഭാര്യ ജാസ്മിൻ അതോടൊപ്പം തന്നെ പ്രാദേശികമായ വൈദികർ അവർ അറസ്റ്റിലായിരുന്നു. അവർക്കൊപ്പം അറസ്റ്റിലായവർക്കും ഇപ്പം ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ ഇവർക്കൊപ്പം 3 പേർ ഇവർ പോലീസ് പിടിയിലായതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തിയ 3 പേരെ കൂടി ഈ കേസിൽ പോലീസ് പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിലെല്ലാം പോലീസ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തൊക്കെ നിരീക്ഷണം എന്നത് ഉത്തരവിന്റെ പകർപ്പ് വന്നാൽ മാത്രമായിരിക്കും മനസ്സിലാവുക. ദിവ്യ.